ഹായ് നമസ്കാരം. ഓട്ടോഫൈ ലൈഫ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ബോംബെ മിക്സർ ഉണ്ടാക്കാം. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1 കിലോ കടലമാവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 100-150 ഗ്രാമോളം വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ബൂന്തി തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ശകലിച്ച മാറ്റാം. നമ്മൾ 2 കളറിലാണ് ബൂന്തി ഉണ്ടാക്കുന്നത്, പച്ചയും റെഡും കളറിൽ. നമ്മളതിന് വേണ്ടി ചിലത് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സേവ കുഴച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് സേവയ്ക്കൊരു കളർ കിട്ടാൻ വേണ്ടി ഒരു ശകലം മഞ്ഞ കളർ നമ്മുടെ ചീനച്ചട്ടി ചൂടായിരുന്നു. നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. മാവ് നമുക്ക് സേവനാഴിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കിനി സേവ ഇതിലേക്ക് എണ്ണയിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ബൂന്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മൾ ബോംബെ മിക്സറിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മസൂർ ദാൽ എന്ന് പറയുന്ന സാധനമാണ്. നമുക്കിവിടെ ഒരു ഓറഞ്ച് കളറൊക്കെ പരിപ്പ് കിട്ടുമല്ലോ, അതിൻ്റെ തൊലിയുള്ള സാധനം. നമുക്കത് ഇട്ട് വറുത്ത് കൊടുക്കാം. നമ്മളിത് വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുത്തതാണ്. നമുക്ക് നമ്മുടെ മസൂർ ദാലൊക്കെ കറക്റ്റ് പരിവായി വന്നിട്ടുണ്ട്. നമുക്ക് അപ്പം നമ്മുടെ ബോംബെ മിക്സർ, മുട്ട മിക്സർ റെഡി ആയിട്ടുണ്ട്. അടിപൊളി നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കടൽമാവ് അരിപ്പൊടിയൊക്കെ ഉള്ളപ്പം വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കുന്ന ഐറ്റമാണ്. ഈ ഇന്ദുപ്പ് എന്ന് പറയുന്ന സാധനം നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇപ്പോൾ കിട്ടും. ഇന്ദുപ്പ്, അതാണ് ഈ ബ്ലാക്ക് സാൾട്ട് എന്ന് പറഞ്ഞാൽ, അതിനാണ് ഈ മുട്ടയുടെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്, സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടേസ്റ്റ് തന്നെ, ആ ഉപ്പിൻ്റെ ടേസ്റ്റ് തന്നെയാണല്ലോ. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.